അപ്പോൾ ഇനിയുള്ള കാലത്ത് എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും AI ഒക്കെ കാലഘട്ടത്തിൽ നമ്മുടെ തന്നെ ബിസിനസ്സിന് ഏത് സെക്ടറിൽ നിന്നാണ് കോമ്പറ്റീഷൻ വരുന്നതെന്ന് പോലും പ്രെഡിക്റ്റബിൾ അല്ല. ടോട്ടലി ഇപ്പം നമ്മൾ ഇത് അടുത്ത അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് എനിക്ക് കോമ്പറ്റീഷൻ ആവുക എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് വരെ കോമ്പറ്റീഷൻ വരാനുള്ള പോസിബിലിറ്റിയാണ്. ഈ ബിസിനസ് ഫിനാൻസും പേഴ്സണൽ ഫിനാൻസും എത്ര പേര് സെപ്പറേറ്റ്ലി മാനേജ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ? അതായത് രണ്ടും മിക്സ് ചെയ്യാണ്ട് ഒന്ന് രണ്ട് പേര് അല്ലേ? ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഞാൻ ബാങ്കിൽ കണ്ട ഒരു ലൈവായിട്ട് കണ്ട ഒരു സിറ്റുവേഷൻ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഐ വാസ് ഇൻ എ ബാങ്ക്, കേരളത്തിലല്ല, ഐ വാസ് ഇൻ ഹൈദരാബാദ്. നമ്മളൊരു 18-20 കോടി ലോൺ കൊടുത്ത ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ആക്ച്വൽ ബിസിനസ്സാണ്. വാട്ട് ദേ വർ ഡൂയിങ് ഈസ്, അവർ കാഡ്ബറീസ് ഇല്ലേ, കാഡ്ബറി ഇന്ത്യ, നമ്മുടെ ചോക്ലേറ്റ് കമ്പനി, അവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് എക്ലയേഴ്സും വന്നിരുന്നത് ഈ ഫാക്ടറിയിൽ നിന്നാണ്. സോ അവർ ഔട്ട്സോഴ്സ്ഡ് മാനുഫാക്ചർ ആയിരുന്നു. ആൻഡ് ദ സോൾ മാനുഫാക്ചറർ ഫോർ ദ എൻറ്റയർ കാഡ്ബറീസ് ഇൻ ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ എക്ലയേഴ്സും ഈ ഫാക്ടറിയിൽ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ബിസിനസ് ഒരു 10-30 വർഷമായിട്ട് ഈ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ്, പുതിയതല്ല. എല്ലാ വർഷവും ഓർഡേഴ്സിൻ്റെ എണ്ണം കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, കാഡ്ബറീസ് മച്ച് ബിഗ്ഗർ കമ്പനി. ഇടയ്ക്ക് എക്സ്പോർട്ടിംഗ് ഓർഡേഴ്സൊക്കെ വളരെ ഹിയർ ആൻഡ് ദെയർ വല്ലപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ പ്രോഫിറ്റും പുള്ളി റീഇൻവെസ്റ്റ് ചെയ്ത് വന്നു. അവസാനം ഫാക്ടറി എക്സ്പാൻഡ് ചെയ്യണം. അഗെയിൻ 10-18 കോടി ബാങ്കിൽ നിന്ന് ഫണ്ട് ചെയ്തു. വീണ്ടും ബിസിനസ്സിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. വലിയ ഫാക്ടറിയായി. കാഡ്ബറീസിൻ്റെ ഇൻ്റർനാഷണലിലെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഫാക്ടറികളുടെ അവാർഡ് വരെ അവർക്ക് കിട്ടി. അറിയാമല്ലോ, നിങ്ങൾക്കറിയാം, ഒരു എസ്പെഷ്യലി യൂറോപ്പിയനും യു എസും ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് എസ്പെഷ്യലി ഫുഡ്സിന് കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് അത്രയും നമുക്കറിയാം അല്ലേ? ക്വാളിറ്റി അത്രയും ഹൈ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ അവർ ഓർഡേഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഫോർഗെറ്റ് അബൌട്ട് ദ നമ്പർ 1 പൊസിഷൻ ആൻഡ് ക്വാളിറ്റി അവാർഡ്. ഓർഡേഴ്സ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ തന്നെ ദേ ഹാവ് ടു മെയിൻറ്റെയിൻ ഓൾവേസ് FSIയുടെ സ്റ്റാൻഡേർഡും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. സോ ദേ വർ ഈവൻ വൺ എ ഹയസ്റ്റ് ക്വാളിറ്റി അവാർഡ്. ബട്ട് ദ ഫാക്ട് ഓഫ് ദ മാറ്റർ ഞാൻ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത്, ആഫ്റ്റർ UPI വന്നതിന് ശേഷം ഇന്ന് നമ്മളിൽ എത്ര പേര് എക്ലയർ മിഠായി വാങ്ങുന്നുണ്ട്? ഓർ വാങ്ങുന്നത് പോട്ടെ, കാണുന്നുണ്ട്. സോ അൾട്ടിമേറ്റ്ലി ഹി ഹാഡ് ടു ക്ലോസ് ഡൗൺ. 18 കോടി രൂപ ബാങ്ക് ലയബിലിറ്റി. UPI. സോ എല്ലാവരും നമ്മൾ പോകുന്ന ഏതൊരു കാർഡ് സ്വൈപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുന്നു. അപ്പോൾ ചേഞ്ചിൻ്റെ പുറത്ത് നിന്നുകൊണ്ടിരുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ഇത്. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് പോയിട്ട് ആളോട് പറയുകയാണ്, 2 year ഡൗൺ ദ ലൈൻ UPI എന്നൊരു സാധനം വരുന്നുണ്ട്, നിങ്ങളുടെ മിഠായി ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് കമ്പനീനെ ഇത് അഫക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഹൗ ഹി വുഡ് ഹാവ് ബീൻ റിയാക്ടിങ് അല്ലേ? ഒരാൾ പറയും കൺസൾട്ടൻറ്റിന് ഭ്രാന്തെന്ന് പറയും അല്ലേ? റൈറ്റ്. അപ്പോൾ ഇനിയുള്ള കാലത്ത് എസ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും AI ഒക്കെ കാലഘട്ടത്തിൽ നമ്മുടെ തന്നെ ബിസിനസ്സിന് ഏത് സെക്ടറിൽ നിന്നാണ് കോമ്പറ്റീഷൻ വരുന്നതെന്ന് പോലും പ്രെഡിക്റ്റബിൾ അല്ല. ടോട്ടലി ഇപ്പം നമ്മൾ ഇത് അടുത്ത അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി എങ്ങനെയാണ് എനിക്ക് കോമ്പറ്റീഷൻ ആവുക എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അവിടെ നിന്ന് വരെ കോമ്പറ്റീഷൻ വരാനുള്ള പോസിബിലിറ്റിയാണ്. റൈറ്റ്. സോ എൻ്റയർ ബിസിനസ് ഈസ് കൊളാപ്സ്ഡ്. പുള്ളിയുടെ വീടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജപ്തിയുടെ പ്രോസസ്സിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ഫിനാൻസും പേഴ്സണൽ ഫിനാൻസും സെപ്പറേറ്റ്ലി മാനേജ് ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ കൂടി ഞാൻ പറയാം. കോവിഡിൻ്റെ സമയത്ത് ഏതൊക്കെ ബിസിനസ്സുകളാണ് കുറച്ച് സ്ട്രോങ്ലി വിത്ത്സ്റ്റാൻഡ് ചെയ്ത് ഈ കോവിഡിൻ്റെ ആ വേവിനെ തരണം ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോയിട്ടുള്ളത്? ഓൾ ദ ബിസിനസ് വിച്ച് ക്യാൻ ഞാൻ സെക്ടറിനേക്കാൾ കൂടുതൽ അസ്യൂം പ്രൊമോട്ടർക്ക് വീണ്ടും ഫണ്ട് കൊണ്ടുവന്ന് റീഇൻഫ്യൂസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കും അല്ലേ? കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും സ്ട്രഗിൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്യാപിറ്റൽ ഇട്ട് ബിസിനസ് ചെയ്യാൻ പറ്റിയ ആൾക്കാർ വേറെ ബെറ്റർ പൊസിഷൻ ഉണ്ടാവും. റൈറ്റ് ഓർ റോങ്? അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗെയിൻ യു നീഡ് ടു ഹാവ് എ സെപ്പറേറ്റ് പേഴ്സണൽ ഫിനാൻസ്. നിങ്ങളുടെ പൈസ എല്ലാം ബിസിനസ് ഫിനാൻസിലാണെന്ന് വിചാരിക്കും. നിങ്ങൾ എവിടെ നിന്ന് എടുത്ത് റീഇൻഫ്യൂസ് ചെയ്യും? മനസ്സിലായി? ഇറ്റ്സ് ഓൾറെഡി മിക്സ്ഡ് വിത്ത് ഒരു ബാസ്ക്കറ്റിലാണ് എല്ലാം കൂടി മിക്സ് ആയിട്ട് കിടക്കുന്നത്. കോവിഡ് ആണ് ബിസിനസ് ഹിറ്റായി ഇത് താഴെ കിടക്കുകയാണ്. അപ്പോൾ ഈ ബക്കറ്റിലേക്ക് നമുക്ക് പൈസ ഇടണം. ഏത് ബക്കറ്റിൽ നിന്ന് എടുത്തിടും? അപ്പോൾ ബിസിനസ് നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടും ബാലൻസ് ചെയ്ത് 2 ബക്കറ്റ് ആക്കി വെച്ചിട്ടില്ല. റൈറ്റ്. സോ ഇതാണ് രണ്ടും രണ്ടായിട്ട് കാണുന്നതിൻ്റെ ബേസിക് നെസസിറ്റി.